ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുട്ടി കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് നല്ല നാടൻ അയലക്കുട്ടനെ കിട്ടിയിട്ടുണ്ട്. അവനെ നമുക്കൊന്ന് കറി വെച്ച് നോക്കാം. ഇനി നമുക്കൊന്ന് വെറൈറ്റി പിടിച്ചു നോക്കാം. നമുക്ക് അയലക്കുട്ടനെ ഒന്ന് വറുത്തരച്ച് വെച്ച് നോക്കാം. അതിനുവേണ്ടി ഇവിടെ അയലക്കുട്ടനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 5 ചെറിയുള്ളി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ എടുക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി എടുക്കാം. ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ വരണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു നെല്ലിക്ക വലുപ്പമുള്ള പുളിനെ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു വെക്കാം. അങ്ങനെ വരണ്ട് വന്നതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 അയലമീനാണ് എടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടിക്കുട്ടന്മാർ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഈ കൊഞ്ചിനൊക്കെ വറുക്കൂലേ, അത്രയും വറുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ മൺചട്ടിയിലാണ് കേട്ടോ മീൻ വെക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതിനെ ഒന്ന് കലക്കിയതിന് ശേഷം അതിലേക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായി തിളച്ച ശേഷമാണ് നമ്മളിവിടെ അയലക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അയലക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അയലക്കുട്ടന്മാരിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പൊടിക്കൈയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചൊന്ന് കടുക് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഇവിടെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ കടുക് വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ അയലക്കുട്ടന്മാരിലോട്ടൊന്ന് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നാടൻ അയലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡിലൂടെ ഈ ഒരു കറി ഒന്ന് വച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാ രീതിയിൽ തേങ്ങ അരച്ചല്ലേ നമ്മൾ എപ്പോഴും മീൻ വെക്കുന്നത്. ഒന്ന് ജസ്റ്റ് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് നിങ്ങൾ വച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമ്മൾ അയലക്കുട്ടൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. ഇതുപോലത്തുള്ള യൂസ്ഫുൾ ആൻഡ് വെറൈറ്റി വീഡിയോസിനെ നമ്മളെ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് മാത്രമല്ല, സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.